വെൽക്കം ബാക്ക് ബോയ്സ്. ഇന്ന് നമ്മൾ ഒരു കൊച്ചു റൈഡ് പോവാണ്. ഒരു 40 കിലോമീറ്റേഴ്സ് റൈഡ്. ഒറ്റയ്ക്കല്ല, ഇന്ന് കൂടെ ആളുണ്ട്. സ്വതവേ ഞാൻ സോളോ ആണ് അടിക്കാറ്. കോളേജ് പഠിച്ചൊരു ഫ്രണ്ട് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവനൊരു ഇമ്പൾസ് ഉണ്ട്. അപ്പോൾ ഇമ്പൾസും എക്സ്പൾസും വെച്ച് നൈസായിട്ടൊന്ന് ചില്ല് ചെയ്യാൻ പോവാണ്. പഴയ പോലെ ചായ എടുത്തിട്ടുണ്ട്. ചായ ഇല്ലാത്തൊരു കളിയില്ല. എടുക്കണ്ടെന്ന് ആദ്യം വിചാരിച്ച്, കാരണം പോണ വഴി കുടിക്കുമ്പോഴേക്കും വെയിലൊക്കെ വന്ന് സീനാവും. അപ്പം എന്തായാലും ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. സോ സമയം 5:53, 6 മണി കൂട്ടിക്കും. ഞാനിപ്പം ചുങ്കം ജംഗ്ഷനിലാണ്. ഇവിടെ വെയിറ്റിംഗ് ആണ്. അവൻ ഇവിടേക്ക് ജോയിൻ ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് നേരെ നമ്പിക്കുളം. യെസ്, സ്ഥലം പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? നമ്പിക്കുളം. യെസ്, നമ്പിക്കുളം ഹിൽ. ഓക്കെ, ഭയങ്കര വർക്ക് ക്ഷീണമുണ്ട്. എന്നാലും കുഴപ്പമില്ല. രാവിലത്തെ ഒരു സൗണ്ട് അടിപൊളിയായിരിക്കും. വണ്ടി കഴുകിയിട്ടൊന്നുമില്ല, ലൂബൊന്നും ചെയ്തില്ല. അപ്പോൾ എനിവേ ഞാൻ കുറച്ച് നേരം ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കട്ടെ. അവൻ വരട്ടെ. നല്ലതായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചങ്ങായി. എടാ അതേട്ടേക്കല്ലേ ഞാൻ അങ്ങനെ കയറിയൊക്കെ. അപ്പം എൻ്റെ ഇമ്പൾസ് ഫുൾ വൃത്തിക്കാക്കി വെച്ചാണ്. ആദ്യം ഒരു ബ്ലാക്ക് ആയിരുന്നു, അപ്പോൾ ഫുള്ള് ബ്ലൂ ഒക്കെ അടിച്ച് കാർപ്പൊക്കെ മാറ്റിയെന്നപ്പോൾ പറഞ്ഞേ. ഓക്കെ, വിട്ടോ. വണ്ടി മൂടാണ്. ഫ്രണ്ടിൽ ബിഗ് വിൻഷീൽഡും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അധികം വെറുപ്പിക്കുന്നില്ല, നമുക്ക് വെറുതെ പോവാം. അപ്പം നമ്പിക്കുളം റൂട്ട് ആക്ച്വലി എൻ്റെ അവിടെ നിന്ന് പോകുമ്പം അത്തോളി വഴി ഇങ്ങനെ പോവാണ്. എനിക്ക് കറക്റ്റായിട്ട് റൂട്ടാറില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് പോണേ. ഗൂഗിൾ മാപ്പിലങ്ങ് അടിച്ചാൽ മതി, നമ്പിക്കുളം എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി. എക്സാക്ട് റൂട്ടാണ്. ഗോപ്രോയിൽ കുറച്ച് ഇരുട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്, പക്ഷേ അത്യാവശ്യം കാണാനുള്ളൊരു വെളിച്ചം പുറത്തുണ്ട്. ആ ജംഗ്ഷൻ കുറച്ച് സീൻ ജംഗ്ഷനാണ്. എവിടുന്നാ വണ്ടി വരിക അറിയില്ല. ഡബനെ കണ്ടോ കുറച്ച്. ആ എങ്ങനെ വയലാടയോ? ഈ റൂട്ടാ? ആ, എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നതും. അതിൻ്റെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നതും. ആ, വണ്ടിയൊക്കെ ഇമ്പൾസ് ആക്ച്വലി കുറച്ച് നൈസാട്ടോ കാണാൻ. എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു ഇത്. ഇമ്പൾസ് ഇറങ്ങിയ ടൈമിൽ എനിക്ക് ആ വണ്ടീനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഇവൻ കോളേജിലോട്ട് വണ്ടി എടുത്തുകൊണ്ടായിരുന്നു. ഓ മൂടല്ലേ. നീ രജിസ്ട്രേഷൻ മാറ്റിയോ? രജിസ്ട്രേഷൻ മാറ്റി ആക്കിയില്ലേ? ആ, BT കണ്ടപ്പോൾ ചോദിച്ചാ. ആ, അത് UP അല്ലേനോ? രാജസ്ഥാനില്ലേ? ആ, ഓക്കെ. രാജസ്ഥാൻ വണ്ടി അവൻ രജിസ്ട്രേഷൻ മാറ്റി KL ആക്കി. എക്സ്പൾസിനെക്കാട്ടും ഒരു പൊടിക്ക് വൈബ് ഇമ്പൾസ് തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമാണോ, ബാക്കിയുള്ളവർക്കും തോന്നുന്നുണ്ടാറില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഇമ്പൾസ്. 50 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ ഓഫ് റോഡ് അടിക്കാം ധാരാളമാണ്. ആ വണ്ടീൻ്റെ സെക്കൻഡ് റേറ്റ് തന്നെ ഇപ്പം ആ ഫ്രഷ് വണ്ടി എടുക്കുന്ന റേറ്റാണ്. അപ്പോൾ ആലോചിച്ചാൽ പോരാ അതിൻ്റെ ഡിമാൻഡ്. ലൊക്കേഷനിലോട്ട് ഇനി ആക്ച്വലി വെറും 28 കിലോമീറ്ററേ ഉള്ളൂ. പെട്ടെന്ന് എത്തിയല്ലോ അല്ലേ ഇത്. നമുക്ക് മിക്കവാറും ഒരു സൺറൈസ് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. മോസ്റ്റ്ലി റൈറ്റ് സൈഡിൽ നല്ല അടിപൊളി കളേഴ്സൊക്കെ കാണുന്നുണ്ട്. ആഹാ, അതേതാ അടിപൊളി ചങ്ങായി. അപ്പോൾ സൺറൈസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. സൺറൈസ് നമുക്ക് പിടിക്കാൻ പറ്റില്ല. സൺറൈസ് കൈവിട്ട് പോയി, അത് വിഷയമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇച്ചിരി തണുപ്പെങ്കിലും പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതൊക്കെ കൈവിട്ട് പോകുന്നുണ്ട്. പോയി നോക്കാം, അത്ര തന്നെ. കുറച്ച് ടാസ്ക്കുള്ള റോഡാണെന്നാണ് പറഞ്ഞത്. ഞാനിങ്ങനെ ടാസ്ക്കുള്ള റോഡ്സൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. നോർമലി ഈസി ഓഫ് റോഡ്സൊക്കെയാണ് അടിക്കാറ്. എന്തായാലും പോയി നോക്കാം. ഒന്ന് പിന്നെ ഒരാളോട് ഉണ്ടല്ലോ, അഥവാ പെടുകയാണെങ്കിൽ ഒന്ന് വണ്ടി പൊക്കാനൊക്കെ. ഇന്നലെ ഞാൻ ആക്ച്വലി മുക്കത്ത് പോയായിരുന്നു. അവിടുന്ന് ഏതോ റോഡങ്ങ് കയറി. ഒരു മരുന്ന് റോഡ് ഫുൾ അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ലായിരുന്നു സ്ഥലം. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. പക്ഷെ മുക്ക ആ ഏരിയയിലൊക്കെ കുറച്ച് നല്ല അടിപൊളി സ്പോട്ട്സൊക്കെ കിട്ടിയ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം 2-3 സ്പോട്ടിലോട്ട് പോവാം. ഒരു പാലത്തിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. ഒരുപാട് കുറേ ഇതുപോലത്തെ നൈസ് റോഡ്സ് ഉണ്ട്. പിന്നെ ഉള്ളേരി വരുന്നതാ ഈ റോഡ് ആക്ച്വലി റോഡിൻ്റെ കോലവും ഇടയ്ക്കിടയ്ക്ക് ചാട്ടം കുറച്ച് കൂടുതലാണ്. ആ ചാട്ടം ഒന്ന് കുറയുകയാണെങ്കിൽ പൊളിച്ചിരുന്നേനെ. അല്ല, ഇയാളതെങ്ങോട്ടാ കൊല്ലോ. അപ്പോൾ നമ്മളിവിടുന്ന് കുറ്റ്യാടി പോണ റൂട്ടിലോട്ട് കയറണം. കുറ്റ്യാടി പോണ റൂട്ടിൽ തന്നെയല്ലേ? ആ തന്നെ.
ഈ റൂട്ട് റൈറ്റിലോട്ട്. ഓ, ഒരു വയൽ, അതിൻ്റെ സൈഡിൽ അമ്പലം, നല്ല അടിപൊളി കോടയും. ഈശ്വരാ, മേലെ ആ കോട കിട്ടണേ. സൺറൈസ് പോയത് പോയി, പോട്ടെ. ഇനിയിപ്പോൾ കോടയെങ്കിലും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡിങ് ഓണായി കഴിഞ്ഞാൽ സ്റ്റോപ്പാക്കാൻ മറന്നു. എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം റെക്കോർഡിങ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ സ്റ്റോപ്പിൻ്റെ സൗണ്ടാണ് കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉള്ളിയേരിയയിൽ നല്ല റോഡ്സ് ആണെങ്കിൽ അടിപൊളിയായിരിക്കുന്നത്. അത് ഇതുപോലത്തെ റോഡ്സാണ് ഉദ്ദേശിച്ചത്. ആ ഭാഗത്ത് ഇതുപോലത്തെ പ്രോപ്പർ നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ മൂടായിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്കിത് കിട്ടിയില്ലേ. ഓ, ഇങ്ങനെ ചാരിച്ച് കിടത്തി, വേണ്ട അത്ര കിടത്തണ്ട, എന്നാലും കുഴപ്പമില്ലാതെ അങ്ങ്. 13 കിലോമീറ്റർ. ആ, ബൈക്ക് ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. എടുത്തോ, നേരെ തന്നെയാ. ഞായറാഴ്ച രാവിലെ അമ്പലപ്പരിപാടികൾ കാണാൻ നല്ല രസമാണ്. ഒരു മനസുഖം. എൻ്റെ മോനെ, ഇങ്ങനത്തെ റോഡ്സാണ് എനിക്ക് വേണ്ടത്. റൈഡ് ചെയ്തൊരു സ്ഥലം ആസ്വദിക്കുന്നതിനെക്കാട്ടും എത്ര അടിപൊളിയാണ് അവിടേക്കുള്ള റൂട്ടും അവിടേക്കുള്ള ഒരു കമ്പനി എൻജോയ് ചെയ്യുന്നത്.